ഫണ്ടിന്റെ ഏതാണ്ട് 80-90% ഈ ഒരു അമേരിക്കയിൽ നിന്നുള്ള സാധനങ്ങൾ വാങ്ങും. ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് പോകുന്നത് ഇന്ത്യയുടെ IT ഫാർമസ്യൂട്ടിക്കൽ കയറ്റുമതിയെ ദോഷകരമായി ബാധിക്കും. അത് ഒഴിവാക്കാനാണ്. അമേരിക്കയാണ് ലാർജസ്റ്റ് കൺസ്യൂമർ. അല്ല, അമേരിക്കയുടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറഞ്ഞാൽ മെഷീനറിയാണ്, ആയുധങ്ങളാണ്. ഇന്ത്യയില് റിലയൻസിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്ന റിലയൻസിനാണോ അതോ നമ്മുടെ നാട്ടുകാർക്കാണോ? ഈ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഈ പ്രോഡക്റ്റ് വരേണ്ടത് ഇന്ത്യക്ക് ആവശ്യമാണ്, പക്ഷെ അമേരിക്കയ്ക്ക് അത് ആവശ്യമല്ല. അമേരിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് കച്ചവടം വളരെ കൃത്യമായിട്ട് കച്ചവടം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെയുള്ളവരോട് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് വേണ്ടെന്നാ ഞാൻ പറയുന്നത്. കുറച്ചുകൂടെ നല്ല രീതിയിൽ മീനും കഞ്ഞിയൊക്കെ ചോറും വെച്ച് കഴിക്കുന്നതിൽ ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ട്? ഇന്ത്യക്ക് വളരെ ദോഷകരമാകുന്ന ഒരു കോൺട്രാക്റ്റിലേക്കാണ് അത് എത്തിയിരിക്കുന്നത്. ആ അമേരിക്കൻ ഇന്നോവേഷൻ, ആ ഓൺട്രപ്രണർ അത് ഫിക്സ് ചെയ്തോളൂ എന്നുള്ളതാണ് എന്റെ. ട്രംപിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോബൽ പ്രൈസ് കിട്ടാൻ വല്ല സാധ്യത ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. കാരണം മോഡി അതിനെ കുറിച്ച് റഷ്യൻ ഓയിൽ മേടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ്. വെനിസുലയിൽ നിന്ന് പോകുന്ന ഓയിലിന്റെ വില എന്നാണെങ്കിലും റഷ്യയിൽ നിന്ന് കിട്ടുന്ന ഓയിലിന്റെ വില ആയിരിക്കില്ല. താനെന്താ പോണില്ലേ? ഓ, നാട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചങ്ങ് ഇരുന്നു പോയതാ. എന്തു പറ്റി? ഡാഡിയോടും മമ്മിയോടും പെർമനന്റ് ആയിട്ട് ഇങ്ങനെ പോരാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. വീട് നോക്കണം, ബിസിനസ് നോക്കണം, കൃഷി നോക്കണം, അങ്ങനെ 100 കൂട്ടം ന്യായങ്ങളാണ് പറയുന്നത്. അതിനിടയ്ക്ക് പോയി 25 ഏക്കർ തോട്ടം എഴുതിച്ചു. എന്തൊക്കെയോ ലീഗൽ ഇഷ്യൂസ് ഉണ്ട് അതിന്. രജിസ്ട്രേഷൻ ഇതുവരെ നടന്നിട്ടില്ല. ഈ അമേരിക്ക ഇരുന്നുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാനാ ഇതിനൊക്കെ? ഇത്രയുള്ള കാര്യം. വേണമെങ്കിൽ തൻ്റെ പപ്പയും മമ്മിയും ഇങ്ങോട്ട് വരും. അവരുടെ പ്രശ്നങ്ങൾ ഇവരെ ഏൽപ്പിച്ചാൽ മതി. സാംസിയോ? സാംസി എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്, അസിസ്റ്റൻസ്, മാനേജ്മെന്റ്, കെയർ. ഇപ്പോൾ നാട്ടിലുള്ള സ്ഥലത്തിന് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടെന്ന് കരുതുക, ഇവർ ക്ലിയർ ചെയ്ത് തരും. ബിസിനസ് തുടങ്ങണോ, കൃഷി ഇറക്കണോ, വീടും സ്ഥലവും വൃത്തിയാക്കണോ, ഇനി അതല്ല പുതിയൊരു വീട് വാങ്ങി വാടകയ്ക്ക് കൊടുക്കണോ, ഇനി ഉള്ള വീട് സ്ഥലവും വിറ്റ് പുതിയത് വാങ്ങിക്കണം, ഇങ്ങനെയുള്ള ഒരു പ്രവാസിയുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരമാണ് സാംസി. ആഹാ, അത് കൊള്ളാമല്ലോ. സാംസി 360.comന്റെ സേവനങ്ങൾക്ക് പരിധിയില്ല. വസ്തു വാങ്ങുവാനും വിൽക്കുവാനും വാടകയ്ക്ക് നൽകുവാനും സാംസിക്ക് കഴിയും. നിങ്ങളുടെ ആവശ്യം എന്തുമാകട്ടെ, ഞങ്ങളുടെ 24/7 കസ്റ്റമർ കെയർ സർവീസിൽ വിളിക്കുക. സാംസി 360.com, പ്രവാസികളുടെ സുഹൃത്ത്. ഇനി ടെൻഷനോട് ഗുഡ് ബൈ. നമസ്കാരം. വാക്കി ടോക്കിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകം ഉറ്റുനോക്കിയ ഒരു ഫോൺ കോൾ, അതിനു പിന്നാലെ വന്ന ഒരു ചരിത്ര പ്രഖ്യാപനം. 2026 ഫെബ്രുവരിയിലെ ഇവിടുത്തെ ഈ തണുപ്പൻ ദിനങ്ങളിൽ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വലിയൊരു സാമ്പത്തിക വിപ്ലവത്തിനാണ് എല്ലാവരും ഈ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക ചുമത്തിയിരുന്ന ഭീമമായ, അതായത് 50% നികുതി ഒറ്റയടിക്ക് 18% കുറച്ചിരിക്കുന്നു. കേവലം ഒരു നികുതി കുറയ്ക്കലല്ല ഇതെന്ന് എല്ലാവർക്കും അറിയാം, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ വലിയൊരു ചതുരംഗ കളിയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. റഷ്യൻ എണ്ണയെ കൈവിട്ട് അമേരിക്കയുടെയും വെനിസ്വേലയുടെയും ഇന്ധന കരുത്തിൽ ഇന്ത്യ മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കുമ്പോൾ അത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കം തന്നെയാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ $500 ബില്യൺ വ്യാപാരമാണ് പ്രസിഡന്റ് ട്രംപും പ്രധാനമന്ത്രി മോഡിയും ലക്ഷ്യമിടുന്നത്. ഒരു ടെക്നോളജിസ്റ്റ് എന്ന നിലയിൽ, ഒരു എന്റർപ്രണർ എന്ന നിലയിൽ ഈ കരാറിലെ $500 ബില്യൺ എന്നത് കേവലം ഒരു നമ്പറാണോ, അതോ നമ്മുടെ IT മേഖലയ്ക്കും ചിപ്പ് നിർമ്മാണത്തിനും ഇവിടുന്നുള്ള ഹാർലി ഡേവിഡ്സന്റെ അങ്ങോട്ടേക്കുള്ള പോക്കിനുമൊക്കെ ലഭിക്കുന്ന വലിയൊരു അവസരമാണോ? എന്താണ് നിതിൻ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? എനിക്ക് കൂടുതലും തോന്നുന്നത് ഇതൊക്കെ ഒരു ഒരു പ്രഹസനവും കുറെ എല്ലാരും എല്ലാ പൊളിറ്റീഷ്യൻസ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ഇതൊക്കെ എന്തോ സത്യം എന്നുള്ളത് ശരിക്കും പറയണേ നമുക്ക് ആർക്കെങ്കിലും അറിയാവോ എന്ന് എനിക്കിപ്പോ ഡൗട്ട് ഉണ്ട്. അതെ, ഇതുവരെയും അതിന്റെ നിജസ്ഥിതി ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല. സോ എന്താ ശരി, ഇപ്പം അതായത് ട്രംപ് ഒരു വശത്ത് പറയുന്നുണ്ട് അവര് ഇന്ത്യ ട്രംപിന്റേതെല്ലാം സ്വീകരിച്ചു എന്ന്. ട്രംപിന്റെ ഭക്തർ അല്ലെ അവര് അങ്ങനത്തെ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. മോഡിയുടെ ഭക്തർ അവിടെ ഇടുന്നുണ്ട്. മോഡി ഇതൊന്നും സമ്മതിച്ചിട്ടില്ല, ട്രേഡ് ഡീല് ഒപ്പുവെച്ചിട്ടില്ല, അല്ലെ ഇപ്പം എന്താ സംഭവിച്ചേക്കുന്നതെന്ന് അറിയത്തില്ല. ഇപ്പൊ ഏതായാലും ഇത് കുറച്ചു എന്ന് ട്രംപ് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം പോയിന്റ് ഇതാണ്, ഈ പുള്ളിയുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാതെ പുള്ളി ഇത് കുറയ്ക്കുവോ? കുറയ്ക്കേണ്ട കാര്യമൊന്നും ഞാൻ കാണുന്നില്ല. He doesn't have any need to do it.
പക്ഷേ ഇന്നത്തെ പോയിന്റ്സ് പറയുന്നത് റഷ്യൻ ഓയിൽ ഇനി എടുക്കുന്നില്ലെന്ന് പറയുന്നു. വെനിസ്വേലയിൽ നിന്നായിരിക്കും ഓയിൽ എടുക്കുന്നത്. ഡ്യൂട്ടി കുറയ്ക്കുന്ന ഒരു നല്ല കാര്യമാണ്. സോ അതെന്താണ് ഈ പിന്നെ 500 ബില്യൺ എത്തുമെന്ന് പറയുന്നത് ഭയങ്കര ഒരു സീമിംഗ്ലി ഇമ്പോസിബിൾ നമ്പർ ഒക്കെ പറയുന്നത്. കാരണം ഇന്ന് 128 ബില്യണിൽ ഓടുന്ന ഒരു സാധനമാണ്. അത് 500 ബില്യൺ എത്തുക എന്നൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല എങ്ങനെയാണ് അത് അവിടെ എത്തുന്നത് എന്നുള്ളത്. ഈ 10 കൊല്ലം കൊണ്ടാണെങ്കിൽ മേ ബി പോസിബിൾ ആയിരിക്കും. 10 കൊല്ലം കൊണ്ട് നമ്മൾ ഓരോ സാധനങ്ങൾ മേടിച്ച് കൂടുന്നതനുസരിച്ച് അല്ലെ ഡോളറിന്റെ വില മാറുന്നതനുസരിച്ചൊക്കെ ചിലപ്പോൾ മാറുമായിരിക്കും. ബട്ട് ഐ ഡോണ്ട് സീ ഇത് ഈ കുറെ പ്രസ്താവനകളല്ലാതെ ശരിക്കും ഇത് എന്താണെന്ന് എനിക്ക് കാണാൻ പറ്റും. ഈ മാറ്റം നമ്മൾ ഇപ്പൊ ഈ എന്തുമാത്രം ചലനമാണ് നമ്മളുടെ ഇവിടെയുള്ള ആളുകൾക്കിടയിലും ഇപ്പൊ നമ്മൾ അവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് താമസം മാറിയ ആൾക്കാർ എന്നുള്ള നിലയിലും അല്ലെങ്കിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ സുലഭമാകുമെന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇങ്ങനെ ഒരു മാറ്റം വരുമ്പോഴത്തേനും ആൾക്കാർ പറയുന്നത്, ആൾക്കാരുടെ ഇടയിലുള്ള അഭിപ്രായം അതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും അതൊരു നമ്മുടെ സാമ്പത്തിക ബന്ധത്തെ എങ്ങനെയാണ് അത് ബാധിക്കുന്നതെന്നാണ് ജിൻസ്മോന് തോന്നുന്നത്? ഇത് വളരെ തമാശകരമായ നിതിൻ പറഞ്ഞ പോലെ ഇതിന്റെ ഇപ്പൊ വന്നിട്ടുള്ള ട്വീറ്റും ട്രംപിന്റെ ട്വീറ്റും ട്രൂത്ത് സോഷ്യലിലിട്ട ട്വീറ്റും പ്രൈം മിനിസ്റ്ററുടെ ട്വീറ്റും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സത്യം പറഞ്ഞാൽ അമ്മ തല്ലുകൊള്ളും, അല്ലെങ്കിൽ അപ്പൻ പട്ടി നോക്കി ഇറച്ചി തിന്നുമെന്ന് പറഞ്ഞ പോലെ ഒരു അവസ്ഥയിലാണ്. നമുക്ക് ഇതിന്റെ ഒരു അഭിപ്രായം പറയാൻ ഒരു പറ്റാത്ത രീതിയിലാണ്. ഇപ്പൊ നമ്മൾ കൃത്യമായിട്ടൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ആന്റി നാഷണൽ ആകാം. കാരണം നമ്മളിതിപ്പോ ഇന്ത്യയുടെ സൈഡിൽ നിന്ന് പറയോ അല്ലെങ്കിൽ അമേരിക്കയുടെ സൈഡിൽ നിന്ന് പറയോ എന്ന് വിചാരിച്ച് നമുക്ക് അങ്ങനെയുള്ള വലിയൊരു കൺഫ്യൂഷനിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയും. പക്ഷെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാതിരിക്കാനും വയ്യ. ഇപ്പം അമേരിക്കയിലെ മെയിൻ സ്ട്രീം മീഡിയകളിലൊക്കെ വന്നിട്ടുള്ള കുറച്ചൊക്കെ ആർട്ടിക്കിളിനകത്തും എല്ലാം അമേരിക്കയുടെ ആസ് യൂഷ്വൽ, അതായത് അമേരിക്കയ്ക്ക് പ്രയോജനം കിട്ടുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടിയും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി അവർക്ക് ഇത് ഭയങ്കര ബെനിഫിറ്റ് ആണ്, ഇന്ത്യയുടെ എക്സ്പോർട്ടിന് ഇത് ഭയങ്കര ഗുണകരമായി മാറും എന്നൊക്കെയുള്ള ഒരു ക്ലീഷേ തള്ളു. സാധാരണ അമേരിക്ക ഒരു എന്നാ പറയണേ ഒരു അഗ്രസീവായിട്ട് എടുക്കുന്ന നയങ്ങളുടെ ഭാഗമായിട്ട് കിട്ടുന്ന ബെനിഫിറ്റിനെ പോലും പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി അവർ പറയും. പക്ഷെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് കുതറി വീണു, ട്രംപ് തകർന്നടിഞ്ഞു വീണു. കാരണം നമ്മൾ ഈ 50% കൊണ്ടെന്ന് വെച്ചാൽ താരിഫ് 18% ട്രംപിനെ വിറപ്പിച്ച് നേടി എന്നുള്ള ഒരു ഭാഷ്യമാണ് ഇന്ത്യയിലെ മീഡിയയിലും പൊതുവെ നമ്മൾ മലയാളത്തിലുള്ള മീഡിയകളും മാധ്യമങ്ങളും ഒക്കെ പറയുന്നത്. പക്ഷെ അതിനകത്തൊക്കെ ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയം നമുക്കുണ്ടാകാം, പക്ഷെ ഒരു പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ ഇതിനെക്കുറിച്ചൊക്കെ തർക്കിക്കുന്ന കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കത്തിയെടുത്ത് കുത്തിച്ചാകേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. കാരണം ഈ 50% താരിഫ് ട്രംപ് പ്രഖ്യാപിച്ച നേരത്തെ ഉണ്ടായിരുന്ന 2% തൊട്ട് 5% വരെ ഉണ്ടായിരുന്ന താരിഫിനെ അത് ട്രംപ് 20 ആക്കി, 25 ആക്കി, 50 ആക്കി, അങ്ങനെ കൂട്ടി കൊണ്ടുപോയിട്ട് ട്രംപിന്റെ ഉള്ളിൽ എത്രയായിരിക്കാം? ട്രംപ് ഇതിനകത്ത് പ്രതീക്ഷിച്ച പണ്ടുണ്ടായിരുന്ന 2% 4% താരിഫ് ഒരു 8% ഇവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് ആ രീതിയിലുള്ള ട്രംപ് ഒരു ടഫ് നെഗോഷിയേറ്റർ ആണല്ലോ. നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഒരു പശുവിനെ വിൽക്കാൻ കൊണ്ടുപോയിട്ട് നമുക്ക് പശുവിന് 10,000 രൂപ കിട്ടിയാൽ മതി. അപ്പൊ നമ്മൾ പശുവിനെ ആദ്യം കാണിച്ചിട്ട് പറയും 20,000 രൂപ ചോദിക്കും, അവൻ മേടിക്കാൻ വരുന്നവൻ 5,000 രൂപ പറയും. അപ്പൊ നമ്മൾ അവസാനം നടുക്ക് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗെയിൻ ചെയ്യുമെന്ന് പറഞ്ഞ പോലെ. പക്ഷെ അതുപോലും ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് 18% എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഒരു കാര്യം കൂടെ അതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2-3 കാര്യം പുറത്ത് വന്നിട്ടുള്ള അവകാശവാദങ്ങൾ. ഇപ്പൊ ട്രംപിന്റെ ആണെങ്കിലും $500 ബില്യൺ ട്രേഡാണ് ഒരു വർഷം അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. $500 ബില്യൺ എന്ന് പറയുന്നത് $500 ട്രില്യൺ. അതായത് ഒരു 500 ബില്യൺ എന്ന് 1 ബില്യൺ എന്ന് പറയുമ്പോൾ 1000 മില്യൺ ആണ്. 1000 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മില്യൺ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പറയുകയാണെങ്കിൽ 9 കോടി രൂപയാണ് വരുന്നത്. അപ്പൊ ഇന്ത്യയുടെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള എക്സ്പോർട്ടിന് വേണ്ടിയുള്ള ഫണ്ടിന്റെ ഏതാണ്ട് 80 തൊട്ട് 80 to 90% ഈ ഒരു അമേരിക്കയിൽ നിന്നുള്ള സാധനങ്ങൾ വാങ്ങണം. അപ്പൊ ഇതിനകത്ത് എത്രമാത്രം ഷാർപ്പായിട്ടുള്ള ഒരു സെയിലാണ് നടക്കാൻ പോകുന്നത്. അതിന്റെ അകത്ത് തന്നെ ഇപ്പം ട്രംപിന്റെ അവകാശവാദം കൊണ്ട് ഇപ്പൊ ട്രംപ് പറയും ഇതുവരെ സോഫാർ ഈ ട്രേഡ് താരിഫ് വാർക്ക് എല്ലാ രാജ്യങ്ങളുമായിട്ട് ട്രംപ് നെഗോഷിയേഷന്റെ ഭാഗമായിട്ട് അനൗൺസ് ചെയ്തതാണ്, അല്ലെ നെഗോഷിയേഷനാണ്, ഭയങ്കരമാണ്, അമേരിക്കയ്ക്ക് ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാകുന്നതാണ് ട്രംപിന്റെ ഇപ്പം അവകാശവാദം വെച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ $257 ബില്യൺ അമേരിക്ക ഇപ്പം അത് 8 ഇരട്ടിയാണ് 10 ഇരട്ടിയാണ് പണ്ടുണ്ടായിരുന്നതിൽ വലിയ തന്നെ. ഇപ്പൊ നമ്മൾ പറയും ഇന്ത്യയിൽ നിന്ന് നമ്മൾ ആസ് ഇന്ത്യക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറയുമ്പോൾ ഈ താരിഫ് ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ള
50%, 25% ഇവിടെ വന്നിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ മേടിച്ചത് നമ്മൾ അമേരിക്കക്കാരായിട്ടുള്ള സിറ്റിസൺ ആണ്. അതായത് നമ്മുടെ സർവീസ് എന്ന് പറഞ്ഞാൽ സർവീസും ഗുഡ്സും ആണ് നമ്മൾ കൂടുതൽ ഇങ്ങോട്ട് കയറ്റി വിടുന്നത്. പക്ഷെ ആ കയറ്റി വിടുന്നതിനകത്ത് നമ്മൾ പറയും ഇപ്പൊ ഫുഡ് ഐറ്റംസ് നമ്മളെ ആൾക്കാർ മേടിക്കും. ഇത് സായിപ്പൊന്നും മേടിക്കുന്ന ഈ സാധനങ്ങളൊന്നും മേടിച്ച് അവർ മേടിക്കുന്നില്ല. അപ്പൊ മേടിക്കുന്ന വെച്ചാൽ ആക്ച്വലി ഇത് ആരുടെ പൈസയാണ് പോകുന്നത്? ഇവിടുത്തെ ഇന്ത്യക്കാരായിട്ടുള്ള മനുഷ്യരുടെ കയ്യിൽ നിന്നാണ്. ഇപ്പൊ ബാങ്കിന്റെ സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, ഹോസ്പിറ്റലിന്റെ സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, അതിന്റെ അകത്തൊക്കെ വരുന്നതിന്റെ ഒരു പോർഷന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിത ചെലവ് 1.5, നമ്മുടെ ഒരു 1/3 നമ്മുടെ എക്സ്പെൻസ് കൂടി. ആ പൈസയാണ് ഈ 287 ബില്യൺ എന്ന് പറഞ്ഞ സോഫാർ കളക്ട് ചെയ്യുന്നത്. അപ്പൊ ആർക്കാണ് നമ്മൾ ഈ എൻഡ് ഓഫ് ദി ഡേ ഇതുകൊണ്ട് ഈ ട്രംപിന്റെ അനുഭാവികളായ പ്രാന്തന്മാർക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ചില നേട്ടങ്ങളുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ ന്യായീകരിക്കാം. ആ ന്യായീകരിച്ചു കഴിഞ്ഞാലും ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ സിറ്റിസനെയാണ് ഈ കളക്ട് ചെയ്യുന്ന ഇത് തന്നെ. പിന്നെ അമേരിക്ക $500 ബില്യൺ എക്സ്പോർട്ട്, അതായത് നമ്മുടെ ഇന്ത്യയുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. ആ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ അമേരിക്ക കയറ്റി വിടുന്നത് ഇവിടെ നമ്മൾ പറയുന്ന പോലെ ചോളവോ അല്ല ഇവിടെ മിച്ചം വരുന്ന അരിയോ ഒന്നും അല്ല. അമേരിക്കയുടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറഞ്ഞാൽ മെഷീനറിയാണ്, ആയുധങ്ങളാണ്, അതായത് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് വില വരുന്ന സാധനങ്ങളാണ്. അത് ഇന്ത്യയുടെ ട്രേഡ് എന്ന് പറയുന്നത് തന്നെ 1% താഴെയാണ് ഇന്ത്യ ആയിട്ടുള്ള ട്രേഡ് എന്ന് പറയുമ്പോൾ. അതായത് അമേരിക്കയുടെ മാർക്കറ്റിനെ ഒരിക്കലും ഇന്ത്യക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റിയല്ല. കാരണം നമ്മളിപ്പം യൂറോപ്പിൽ പോയി യൂറോപ്പുമായിട്ട് ഒരു വലിയ ട്രേഡ് ചെയ്തു. യൂറോപ്പിലെ മാർക്കറ്റിലേക്ക് ഇന്ത്യ എന്താണ് കയറി പോണത്? അവിടുത്തെ മാർക്കറ്റ് ഓൾറെഡി സാച്ചുറേറ്റഡ് ആണ്. അവിടെ നമ്മൾ ചൈനയായിട്ടും ടർക്കി ആയിട്ടും ബാക്കിയുള്ള ഈ പറഞ്ഞ പ്രൊഡക്ഷൻസ് ഉള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്പേസ് വളരെ കുറവാണ്. പിന്നെ ചൈനയിലേക്ക് എന്ത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും? പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഇന്ത്യക്ക് ആദ്യം തന്നെ പിഴവ് പറ്റിയ ഒരു കാര്യമാണ് ട്രംപിന്റെ മുന്നിൽ വളരെ തന്റേടത്തോടു കൂടി അറ്റ്ലീസ്റ്റ് ആ കാരണം ഇത് എത്രാമത്തെ ഈ ലോബിയിങ് കമ്പനി ഏൽപ്പിച്ചിട്ടാണ് വളരെ കോൺസ്റ്റന്റ് ആയിട്ട്. ട്രംപ് വിളിച്ചു പറഞ്ഞതൊന്നും വെറുതെ അല്ല എന്നുള്ള കാര്യം ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാം. ഇപ്പം വളരെ ഇമോഷണൽ ആയിട്ട് ഒരു രാജ്യത്തിന്റെ ഒരു വികാരത്തെ അമേരിക്ക ബാധിക്കുന്നില്ല, അമേരിക്കയല്ല ട്രംപ് ബാധിക്കുന്നില്ല. ട്രംപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ ജിൻസ്മോൻ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചൈനയെ പ്രതിരോധിക്കാനാണ്, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് പുതിയൊരു ട്രേഡ് പിന്നെ അവര് സൈൻ ചെയ്തതിനെ കുറിച്ചും ഒക്കെ ജിൻസ്മോൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളിലൊക്കെ നിതിൻ എഗ്രി ചെയ്യുന്നുണ്ടോ? ഇതിനകത്ത് നമ്മള് ചില കാര്യങ്ങൾ ഞാൻ ജിൻസ്മോനായിട്ട് ഇവിടെ എഗ്രി ചെയ്യുന്നുണ്ട്. അതായത് ഒന്നെന്ന് പറയുന്ന ഇതാദ്യമേ തന്നെ ഇത് ട്രംപ് പറഞ്ഞപ്പം എല്ലാവരും അവിടെ പറഞ്ഞുകൊണ്ടിരുന്ന മോഡി ഇതൊന്നും എഗ്രി ചെയ്യേണ്ട കാര്യമില്ല, അല്ലെ ഇന്ത്യ എഗ്രി ചെയ്യേണ്ട, മോഡി വിട്ടേക്കാം, നമുക്ക് ഇന്ത്യ എഗ്രി ചെയ്യേണ്ടത് നമുക്ക്. പക്ഷെ അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് അമേരിക്കയാണ് ലാർജസ്റ്റ് കൺസ്യൂമർ. ഒരു ട്രേഡിനകത്ത് എപ്പോഴും ഒരു ബിസിനസ് കച്ചവടത്തിനകത്ത് എപ്പോഴും പറയുമല്ലോ, കസ്റ്റമർ ഇസ് കിങ്. കാരണം അവനാണ് പൈസ മുടക്കുന്നത്. ഇവിടെ അമേരിക്കയാണ് സാധനം മേടിക്കുന്ന ആളാണ് കിങ്. അവിടെ അവര് നെഗോഷിയേറ്റ് ചെയ്യാൻ വരുമ്പോൾ നമ്മളിത് മാറ്റി അത് ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യക്ക് ഈ ടാരിഫിന്റെ കാര്യത്തിനകത്ത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ എടുക്കുന്നു. ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് കിട്ടുന്ന ഓയിൽ എത്രയാണ്? നമുക്ക് കിട്ടുന്ന ഒരു 10 ബില്യൺ ഓയിൽ അങ്ങ് മേടിച്ചു എന്നിരിക്കട്ടെ. അമേരിക്കയായിട്ടുള്ള ട്രേഡ് എന്ന് പറയുന്നത് ഒരു $120 ബില്യൺ ട്രേഡാണ്. അത് ഫിസിക്കൽ ഗുഡ്സിനകത്ത്. പിന്നെ ഇത് കൂടാതെ സോഫ്റ്റ്വെയറും IT ഉണ്ട്. അപ്പം നമ്മൾ എന്തിന് അവിടെ ആ സമയത്ത് റഷ്യയിൽ നിന്ന് കുറച്ച് ഓയിൽ ചീപ്പറായിട്ട് കിട്ടുന്നെന്ന് പറയാണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ എക്സ്പോർട്സിനിട്ട് ട്രംപ് ഇത് അടിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശരിക്കും പറയുന്ന ഒരു വലിയൊരു ശതമാനം ആൾക്കാർക്ക് അതൊരു അടിയ തന്നെയാണ്. എല്ലാവരും പറയുന്നുണ്ട് യൂറോപ്പിൽ നിന്ന് അത് വിൽക്കാൻ പറ്റും, യൂറോപ്പിലെ ട്രേഡ് ഡീൽ. ഈ ട്രേഡ് ഡീലൊക്കെ വരുന്നതിന് മുമ്പും ഫോർ എക്സാമ്പിൾ ഒരു തുണി അല്ലെങ്കിൽ ഫുഡ് സ്റ്റഫ്, അതേപോലെ ഷ്രിംപ് ഒക്കെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിടുന്നത്, അത് യൂറോപ്പിലും പണ്ടും കയറ്റി വിടുന്നുണ്ട്, ഇപ്പോഴും കയറ്റി വിടുന്നുണ്ട്. ഈ ട്രേഡ് ഡീൽ ഇല്ലേലും കയറ്റി വിടുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ യൂറോപ്പ് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങള് അമേരിക്ക കൊടുക്കുന്ന പ്രൈസ് നമ്മുടെ എക്സ്പോർട്ടേഴ്സിന് കൊടുക്കുന്നില്ല. ഒന്നത് ആ ക്വാണ്ടിറ്റി എടുക്കുന്നില്ല. കാരണം ഇവിടെ ഒരു ഏതൊരു കളി അല്ലെങ്കിൽ ഇപ്പൊ എന്തൊരു ട്രേഡോ അല്ലെങ്കിൽ ഇപ്പം സോക്കർ തന്നെ നോക്കിയോ, 180 190 രാജ്യങ്ങൾ കളിക്കുന്ന ഒരു കളിയാണ് ഈ ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. 4 കൊല്ലം കൂടുന്തോറും അവരുണ്ടാക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 8 ബില്യൺ എങ്ങാണ്ടാണ് അവരുണ്ടാക്കുന്ന പ്രോഫിറ്റ്. അമേരിക്ക ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യത്തും സോക്കർ എന്ന് പറയുന്ന വലിയൊരു സാധനമാണ്. ഇവിടുത്തെ NFL ഒരു കൊല്ലം അവരുണ്ടാക്കുന്ന 20 ബില്യൺ ആണ്. NFL ഒരു കൊല്ലത്തെ ഇതെന്ന് പറയുന്നത്. സോ US ഒരു വലിയ മാർക്കറ്റാണ്. അതുകൊണ്ടാണ് ഈ സോക്കറുകാർ മരിച്ചു നോക്കുന്നത് ഈ US എങ്ങനെയും ഈ കളി ഒന്ന് പൊക്കിയെടുക്കാനായിട്ട്. എത്ര നോക്കിയിട്ട് അവർ പയറ്റുന്ന ഒത്തിരിയൊക്കെ പോപ്പുലർ ആയെങ്കിലും ഇറ്റ് സ്റ്റിൽ എന്നാ പറയുന്ന ഒരു മിനവാണ് ബാസ്കറ്റ് ബോളും ഇതിന്റെയൊക്കെ മുന്നിൽ.
അപ്പൊ എന്റെ ഓഫ് ദി ഡേ US ആണ് ലാർജസ്റ്റ് കൺസ്യൂമർ അല്ലെ കസ്റ്റമർ എന്ന് പറയുന്ന ആള്. അപ്പൊ അവിടെ ട്രംപ് അത് പറഞ്ഞപ്പോ ആദ്യമേ വലിയ ഇതൊക്കെ പറയുന്നില്ല, എങ്ങനെയും അത് നെഗോഷിയേറ്റ് ചെയ്ത് എത്തിക്കുന്നതിന് പകരം ഈ പുള്ളിയെ കൊണ്ട് ടാരിഫ് അടുപ്പിച്ചു. ഈ ടാരിഫ് അടുപ്പിക്കുമ്പോഴത്തേക്കും കമ്പനികൾക്ക് ഇപ്പം തുണിയാണ് നമ്മൾ വിൽക്കുന്ന ഒരു വലിയൊരു സാധനം. ഇപ്പൊ നമ്മുടെ ടാരിഫ് കൂടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് ഇവിടുത്തെ തുണി കമ്പനികൾ, അതായത് ഏത് വേണേ ആയിക്കോട്ടെ, റാൽഫ് ലോറൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനത്തെ ടോമി ഹിൽഫിഗർ ഒക്കെ, അവർക്ക് ആ ഇത് മാനുഫാക്ചർ ചെയ്യുന്ന വല്ല ബംഗ്ലാദേശിൽ നിന്നോ വിയറ്റ്നാമിൽ നിന്നോ എവിടെ നിന്ന് വേണേൽ എടുക്കാം. കാരണം ടാരിഫ് കൂടുതലാണ്ട് ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ് ഫോർ ദം. സെയിം വിത്ത് ഷ്രിംപ് ഓർ അങ്ങനത്തെ എന്ത് പ്രോഡക്റ്റിനകത്തും. അപ്പം ഐ ഡോണ്ട് നോ ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇത്രയും താമസിച്ചെന്ന് പോലും മനസ്സിലാകുന്നില്ല. എല്ലാവർക്കും ഈ നാഷണലിസ്റ്റിക് പ്രൈഡ് ഒക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും പ്രൈഡിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ അവസാനം കച്ചവടം നടക്കുമ്പോൾ പൈസ വരുന്നില്ലെങ്കിൽ അതിനകത്ത് എവിടെയാണ് നമ്മുടെ ബെനിഫിറ്റ് എന്നുള്ളതാണ് നോക്കേണ്ടത്. അതിനകത്ത് നമ്മുടെ, അതായത് ഒരു ഇന്ത്യ എന്ന രാജ്യത്തിന് ബെനിഫിറ്റ്, നമ്മുടെ എക്സ്പോർട്ടേഴ്സിന് ബെനിഫിറ്റ് US ഇത് ചെയ്യുന്ന. കാരണം ഇത് കുറച്ചുകൂടെ ഒന്ന് കൂടിക്കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദി ഡേ അമേരിക്ക ഇസ് വെരി പവർഫുൾ. അമേരിക്കയ്ക്ക് ഇപ്പം നാളെ ട്രംപിന് അറിയാം ഇവിടുത്തെ സോഫ്റ്റ്വെയർ സർവീസസ് എക്സ്പോർട്ട് ചെയ്യേണ്ട, അവിടെ ഞാൻ ഒരു ടാരിഫ് അടിക്കുവാണ്, എല്ലാവർക്കും മണിക്കൂറിന് ഒരു $500 വെച്ച് കൂടുതലെന്ന് ഇന്ത്യയിലേക്ക് വിടുന്നതിന്. തീർന്നില്ല കാര്യങ്ങള്. അപ്പം ഇത് ബെനിഫിറ്റ് നമുക്ക് വെൻ യു ആർ ദ സ്മോളർ പേഴ്സൺ. ഒരു യുദ്ധത്തിലൊക്കെ പോകുമ്പോൾ എപ്പോഴും പറയല്ലോ ഇതിനകത്തൊരു ഗെയിം അല്ലെ ഒരു യുദ്ധമാണ്. യുദ്ധത്തിനകത്ത് നമുക്ക് ആ വലിയ ആളിനെ തകർക്കാൻ പറ്റത്തില്ലെങ്കിൽ ആർട്ട് ഓഫ് വാറിനകത്ത് പറയുന്നല്ലേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റുള്ളൂ. സോ ഹൂ ഇസ് പവർഫുൾ ഹിയർ? എൻഡ് ഓഫ് ദി അമേരിക്ക ഇസ് പവർഫുൾ. കൺസ്യൂമർ അവനാണ്, കൺസ്യൂമർ പറയുന്നവനാണ്, കൺസ്യൂമർ പറയുന്നതേ വലുതാകത്തുള്ളൂ എൻഡ് ഓഫ് ദി ഡേ. പക്ഷെ അപ്പോഴും ട്രേഡ് വാർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഇതിന് സമ്മതിച്ചതിന്റെ കാരണങ്ങൾ പറയുന്നത് അമേരിക്കയുമായിട്ട് ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് പോകുന്നത് ഇന്ത്യയുടെ IT ഫാർമസ്യൂട്ടിക്കൽ കയറ്റുമതിയെ ദോഷകരമായി ബാധിക്കും, അത് ഒഴിവാക്കാനാണ് ഇന്ത്യ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായതെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇന്ത്യയുടെ സ്റ്റീൽ, അലുമിനിയം ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളിൽ ഒരു ഇളവ് അവർക്ക് ആവശ്യമായിരുന്നു, അത് സഹായകരമാകാൻ വേണ്ടിയിട്ടാണെന്നും. പിന്നെ ഈ ചൈനയുടെ ചൈനയെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടി, അതായത് ഗ്ലോബൽ ശൃംഖലയിൽ, അതായത് ഈ ഒരു സപ്ലൈ ചെയിനിൽ ചൈനയ്ക്ക് പകരമായി ഇന്ത്യയെ മാറ്റാൻ അമേരിക്കയുടെ ഒരു പിന്തുണ അത്യാവശ്യമാണ്. സോ ആ ഒരു കാര്യത്തിലേക്കും എന്താ പറയാ, ഒരു ഫ്രണ്ട് ഷോറിംഗ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. സോ അതിനു വേണ്ടിയിട്ടും ഈ ഒരു ട്രേഡ് വാറിൽ നിന്ന് പിന്മാറേണ്ടത് അത്യാവശ്യമായിരുന്നു എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് അറിവുള്ളവർ, ഇതിനെക്കുറിച്ച് കൂടുതൽ അനലൈസ് ചെയ്യുന്നവർ ഇതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ ഈ നയതന്ത്ര ബന്ധം അത് കൂടുതലും ഡിഫൻസിലും സ്പേസിലും ഒക്കെ അമേരിക്കയുമായിട്ട് കൂടുതൽ അടുത്ത് നിന്നാൽ മാത്രമേ അതിന്റെ പങ്കാളിത്തവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ശക്തമാകാൻ പറ്റൂ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യ ഇതിന് സമ്മതിച്ചത് എന്നുള്ളതാണ് ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം എന്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഈ ഇവിടെ നിന്നുള്ള കയറ്റുമതി അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഈ നമ്മുടെ അവിടെയുള്ള നാട്ടിലുള്ള കുറെ മേഖലകളുണ്ടല്ലേ, ഈ അതായത് ഈ പാല് അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ ഇവിടുന്ന് കയറ്റി അയക്കുന്ന സാധനങ്ങൾ വരുമ്പോഴത്തേനും അവിടെയുള്ള സാധാരണ കർഷകർക്ക് അല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്ക് ഇത് എന്തുമാത്രമാണ് ഇതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നാണ് ജിൻസുമോന് തോന്നുന്നത്? അതിനെക്കുറിച്ച് ഈ അഗ്രികൾച്ചർ പൗൾട്രീനെ കുറിച്ച് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് കൃത്യമായിട്ടും അത് ഫർദർ അതിന്റെ ഈ ബാക്കിയുള്ള കോൺട്രാക്റ്റുകൾ വരുമ്പോൾ അതനുസരിച്ചായിരിക്കും അത് അവര് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന് തോന്നുന്നു. അതനുസരിച്ചായിരിക്കും അതിന് കുറെ റെസ്ട്രിക്ഷൻ ഉണ്ടാവും. എങ്കിൽ കൂടിയും ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ത്യക്ക് പറ്റിയ ഒരു അബദ്ധം എന്നാന്ന് വെച്ചാൽ തുടക്കത്തിൽ തന്നെ വിദേശ നയത്തിൽ നല്ലൊരു പാളിച്ച വന്നു. അമേരിക്ക എന്ന് പറയുന്നത് പണ്ട് നമുക്ക് കഴിയാൻ പാടില്ല, പണ്ട് കാലം തൊട്ട് പാകിസ്ഥാനുമായിട്ട് അടുത്ത് നയതന്ത്ര ബന്ധം കീപ്പ് ചെയ്യുകയും പാകിസ്ഥാനെ പ്രൊമോട്ട് ചെയ്യുകയും പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകുകയും അവരുടെ ആയുധങ്ങൾ മേടിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു. അതായത് പാകിസ്ഥാനുമായിട്ട് അലൈൻ ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു അമേരിക്കയ്ക്ക് അതിൻ്റെ അകത്ത് വളരെ ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റുകളുണ്ട്, കാരണം ചില താല്പര്യങ്ങളുണ്ട് അവിടെ അതുമായിട്ട് ബാലൻസ് ചെയ്യുന്നത്. കാരണം ഇന്ത്യ ഓൾറെഡി ഒരു ചേരിചേരാ നയം എടുത്തെങ്കിലും റഷ്യയുമായിട്ട് വളരെ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ച റഷ്യയുടെ ആയുധങ്ങളൊക്കെ ഇന്ത്യ കൂടുതൽ വാങ്ങിക്കൊണ്ടിരുന്നു. പക്ഷെ അതിൽ നിന്നൊരു ചേഞ്ച് വന്നപ്പോൾ അമേരിക്കയുടെ എന്ന മാർക്കറ്റ് നമുക്ക് വളരെ അത്യാവശ്യമാണ്, നമ്മൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇത് പ്രവർത്തിക്കേണ്ടതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കൻ മാർക്കറ്റിലേക്ക് ഈ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഈ പ്രോഡക്റ്റ് വരേണ്ടത് ഇന്ത്യക്ക് ആവശ്യമാണ്. പക്ഷെ അമേരിക്കയ്ക്ക് അത് ആവശ്യമല്ല, അമേരിക്കയ്ക്ക് അതിന്റെ ആവശ്യമില്ല, കാരണം അമേരിക്കയുടെ വളരെ കുറഞ്ഞ ട്രേഡേ വരുന്നുള്ളൂ. പക്ഷെ അവിടെ വന്ന ഒരു കാര്യം, ഇപ്പം ഇന്ത്യ വിചാരിച്ചിരുന്നതിൽ കൂടി ഈ ട്രേഡ് വാറിന്റെ അകത്ത് ഭാഗമാകാതിരിക്കാൻ വരികയില്ലായിരുന്നു. അത് ട്രംപിന്റെ പോളിസിയുടെ ഭാഗമായിട്ട് ട്രംപ് അത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തോട് മാത്രമല്ല
കാരണം ഇപ്പം ഇന്ത്യയിൽ പറയുന്ന പോലെ ഈ അമേരിക്കയുടെ ഒരു അസോസിയേറ്റ് ആയിട്ട്, അതായത് ഒരുപോലെ പോകുന്ന കാനഡ തൊട്ട് ബ്രിട്ടൻ വരെ അത് രീതിയിൽ ട്രംപിന്റെ ഒരു ഈ പറഞ്ഞ ഒരു പോളിസി നടപ്പിലാക്കുന്നതിലേക്ക് വളരെ അഗ്രസീവായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഇന്ത്യക്ക് ഇതില്ല. പക്ഷെ ഇന്ത്യക്ക് ഇത് ദോഷകരമായിട്ട് മാറുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറോ താരിഫ്, അതായത് അമേരിക്കയിൽ നിന്ന് ഈ $500 ബില്യൺ ഇറക്കുമതിക്ക് ഒരു ലംസമായിട്ട് മേടിച്ചു വെക്കുമ്പോൾ ആ ലംസത്തിന്റെ അകത്ത് സീറോ താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വളരെ അധികം കഷ്ടപ്പെടുന്നതാണ്. അത് മുന്നോട്ട് പോകുമ്പോൾ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അതിൽ നിന്നും വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതാണ് അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ്. പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ സീറോ താരിഫ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് എന്തൊക്കെയാണ് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതിനുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ നമുക്ക് അമേരിക്കൻ മാർക്കറ്റിലേക്ക് ഇപ്പം ഈ പറഞ്ഞ ചില പ്രോഡക്റ്റ് മുട്ട ഇപ്പം നമ്മൾ വേറൊരു രാജ്യത്തേക്ക് ശ്രീലങ്കയ്ക്കോ അല്ലെ അടുത്തുള്ള നെയ്ബറിംഗ് കൺട്രീസിലേക്കോ $1 $2 കയറ്റിവിടുന്ന മുട്ട നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും. പക്ഷെ അത് 6 രൂപയ്ക്കും 7 രൂപയ്ക്കും ഒക്കെയാണ് നമുക്ക്. അതായത് അത്ര പ്രൈസ് ഡിഫറൻസിലാണ് കയറി വരുന്നത്. അതുപോലെ തന്നെ ഈ ഓയിൽ, ഇപ്പൊ വെനിസുലയിൽ നിന്ന് ഓയിൽ പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞു. വെനിസുലയിൽ നിന്ന് ഇപ്പം ഓയിൽ പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ റേറ്റിലാണ് അത് പർച്ചേസ് ചെയ്യേണ്ടത്. കാരണം റഷ്യയുടെ ഓയിലും റഷ്യയുടെ ക്രൂഡും മറ്റു വരുന്ന സാധനങ്ങൾക്ക് വരുന്ന ഈ ലോജിസ്റ്റിക്സിന്റെ അകത്ത് വരുന്ന കുറവുണ്ട്. ഇപ്പം മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നത് ഇന്ത്യയിലേക്ക് വരാനുള്ള ലോജിസ്റ്റിക്സ്, അതുപോലെ തന്നെ ഈ വെനിസുല എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ അതുമായിട്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10 രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സാധനം നമ്മൾ 25 രൂപയ്ക്ക് മേടിച്ചോളാം എന്ന് പറഞ്ഞൊരു കമ്മിറ്റ്മെന്റ് ഏറ്റെടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇന്ത്യക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഇതിന്റെ അകത്ത് കൊണ്ടുപോയി ആദ്യ ഭാഗത്ത് കൊണ്ടുപോയി തല വെച്ച് കൊടുത്ത്, നമ്മൾ പറയല്ലേ ചിലടത്ത് കൊണ്ടുപോയി തല വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ തല കൊണ്ടുപോകും. ആ തല കൊണ്ടുപോയി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് എന്ത് ഉദ്ദേശിച്ചിരുന്നോ അതിന്റെ അകത്തൊക്കെ ഒരു പരിധി വരെയും അദ്ദേഹം ഉദ്ദേശിച്ചിടത്തോട്ട് ഈ സംഭവങ്ങൾ എത്തിക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ കുറെ കാര്യങ്ങൾ ഇപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ എക്സ്പോർട്ട് ഐറ്റംസ് അല്ലെങ്കിൽ ഇത് ഇവിടുത്തെ ഈ 4 മില്യണിൽ കൂടുതൽ വരുന്ന ഇന്ത്യക്കാർക്ക് അതിന്റെ ഒരു വലിയ ഭാരം അവർക്ക് വരുന്നുണ്ട്. കാരണം ഇപ്പൊ ഒരു ആയുധമാണ് അവിടുന്ന് അമേരിക്ക വാങ്ങുന്നത്, 50% താരിഫ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരെ അത് ബാധിക്കുന്നില്ല. അതുകൂടെ നമ്മൾ കണക്കിലെടുക്കണല്ലോ. ഇതിന്റെ ഒരു ബേർഡൻ വരുന്നത് അതാത് രാജ്യത്തെ ആൾക്കാർക്ക് തന്നെയാണ്. കാരണം എല്ലാ രാജ്യക്കാരും അവരവരുടെ രാജ്യത്തു നിന്നുള്ള ഈ പറഞ്ഞ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാത് രാജ്യക്കാർ തന്നെ അത് സഫർ ചെയ്യേണ്ടി വരും. അത് നമ്മൾ മേടിക്കാതിരുന്നാൽ മതി. ഞാൻ പറയുന്നത് എന്തിനാ നമ്മളത് മേടിക്കുന്നത്? നമ്മൾ ഈ വില കൂടിയ നമ്മുടെ ഇന്ത്യൻ പരിപ്പ് അരിയും കഞ്ഞിയും ചോറും ഇല്ല. നമ്മുടെ ലൈഫ് സ്റ്റൈല് നമുക്ക് മേടിക്കാതിരിക്കാൻ പറ്റിയല്ലോ. നമുക്ക് ചോറ് ഇവിടെ കിട്ടും, ഒന്നാമത്തെ ചോറ് കിട്ടും, പരിപ്പ് നമുക്ക് സൗത്ത് അമേരിക്കയിൽ നിന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് അതാലൊക്കെ അതിപ്പോ നമ്മൾ ഇന്ത്യൻ സ്റ്റോറുകളിൽ അങ്ങനെ വെച്ചിട്ടല്ലോ. ഇന്ത്യയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് പ്രധാനപ്പെട്ട കമ്പനികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ രാജ ഗോയയൊക്കെ പോയി സ്പാനിഷ് കടയിൽ പോയി അതിപ്പം വന്ന് കോസ്റ്റ്കോയിലും ഷോപ്പിലും ഒക്കെ ഉണ്ട്. സോ നമുക്ക് ഹാബിറ്റ് മാറ്റാവുന്നേ ഉള്ളൂ. അല്ല, നമ്മള് ഈ ഇന്ത്യൻ സാധനവും പരിപ്പും കഴിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ കിടക്കുന്നത്? നാട്ടിൽ തന്നെ കിടന്നാൽ പോരായിരുന്നു. 40 വർഷമായിട്ട് 50 വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്ന ആൾക്കാര് ഇപ്പോഴും ആ ഒരു കൾച്ചർ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മാത്രമല്ല, നോർത്ത് ഇന്ത്യക്കാര് തമിഴിനാണെങ്കിലും വീട്ടിൽ ലുങ്കി എടുത്തോണ്ട് നടക്കുന്ന അവൻ 50 വർഷമായാലും അവൻ മരിക്കാൻ കിടക്കുന്നതാണെങ്കിലും അങ്ങനെയുള്ള ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. നമ്മൾ മലയാളികളെ മാത്രം ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അത് അവർ മാത്രമല്ല കേട്ടോ, മറ്റെല്ലാ എത്നിസിറ്റി. എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാർ എസ്പെഷ്യലി മലയാളികൾക്ക് മാത്രമേ അവരുടെ കൾച്ചറിനോട് ഒരു ബഹുമാനം ഇല്ലാത്തുള്ളൂ എന്ന് എനിക്ക് തോന്നണേ. കാരണം ബാക്കിയുള്ള ആൾക്കാരൊക്കെ അതാത് രാജ്യത്തു നിന്ന് വരുന്നാൽ അവന്റെ കൾച്ചർ അവൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എങ്ങനെയാണ് ഇതിനെ പറയാൻ പറ്റും? നമുക്കൊരു നടപ്പിലാക്കാൻ പറ്റും. ഉക്രൈനിൽ വരുന്നവനോട് അവന്റെ കൾച്ചറിൽ അവൻ പ്രൗഡാണ്. ഇപ്പൊ നമുക്ക് അതെത്ര പ്രൗഡാണ്? എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ആ പ്രൗഡായിട്ട് അവിടെ കിടക്കുന്നേ. അല്ലെങ്കിൽ അവൻ ഇവിടെ വരുകയും ചെയ്യണം, അവന്റെ കൾച്ചർ അവിടെ കീപ്പ് ചെയ്യുകയും ചെയ്യണം. അതിപ്പോ എല്ലാം നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ പറ്റിയാലെന്ന് പറയാൻ പറ്റും. പറയുന്നില്ല. ഉട്ടോപ്യൻ നയമാണത്. സായിപ്പിനെ പോലെ തന്നെ ജീവിക്കണം. ഞാൻ ചോദിക്കുന്നത് നമുക്ക് ഈ പരിപ്പും ഉക്രൈനിയൻ കൾച്ചറും ഒക്കെയാണ് ഇഷ്ടമെങ്കിൽ അത് മാത്രമേ ചെയ്യത്തുള്ളൂ. എന്തിനാണ് ഇവിടെ വരെ വരുന്നത്? നമ്മൾ ഈ നാട്ടിൽ പറയത്തില്ലേ, നമ്മൾ ഈ when you are in Rome, be a Roman, അല്ലെങ്കിൽ നാട്ടിൽ അങ്ങനത്തെ ചൊല്ലുകളുണ്ടല്ലോ. എവിടെയെങ്കിലും പോയി എന്നാ പറയുന്നത്, ചേരത്തിന്റെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നടുകഷ്ണം തിന്നും, അത്രേ ഉള്ളൂ. അത് നിതിൻ എന്നാന്നറിയോ, ഇതിവിടെയുള്ള ഈ 4 മില്യൺ ആൾക്കാരുടെ നമ്മുടെ ഈ ഫുഡ്സ് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് തന്നെ വരുന്ന കേരളത്തിൽ നിന്ന് വരുന്ന എക്സ്പോർട്ടേഴ്സ്, എനിക്ക് തോന്നുന്നു ഒരു 50 എക്സ്പോർട്ടിംഗ് കമ്പനികളെങ്കിലും എക്സ്പോർട്ട് പ്രോഡക്റ്റ് ഇവിടെ ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ആക്ച്വലി ഇവിടുത്തെ മാർക്കറ്റ്, നമ്മുടെ മാർക്കറ്റ് മാത്രമല്ല,
നമുക്ക് ആ മാർക്കറ്റ് അറിയാവുന്നതുകൊണ്ട് പറയുക. കാരണം മറ്റുള്ള കമ്മ്യൂണിറ്റിയിലേക്ക് പോലും സ്പ്രെഡ് ചെയ്തിട്ട് പല പ്രോഡക്റ്റുകളും പല കമ്പനികളും, ഞാനിപ്പോൾ കമ്പനികളുടെ പേരൊന്നും പറയുന്നില്ല, എങ്കിൽ പോലും പല പ്രോഡക്റ്റുകളും മാർക്കറ്റിൽ ഷോർട്ടേജ് ആണ്. അപ്പൊ അതിപ്പോ നമ്മൾ ചോദിക്കുകയാണ്, നീ എന്തിനാ മീൻ കഴിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാളിൽ വരുന്ന ഒരുത്തരം മീനും ചോറും ഇല്ലാതെ അവന്റെ ലൈഫ് സ്റ്റൈൽ, അമേരിക്കൻ സ്റ്റാൻഡേർഡില് കുറച്ചുകൂടെ നല്ല രീതിയിൽ മീനും കഞ്ഞിയൊക്കെ ചോറും വെച്ച് കഴിക്കുന്നതിൽ ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കൊരു പ്രശ്നമില്ല, ഇവിടെ ഇഷ്ടംപോലെ മീൻ കിട്ടും. അവിടുത്തെ ഞാൻ പറഞ്ഞ എന്തുവാണ്, നമുക്ക് മീൻ കിട്ടും, നമുക്ക് ഉള്ളി കിട്ടും, നമുക്ക് പരിപ്പ് കിട്ടും. എടാ, ഈ പരിപ്പും പയറും എല്ലാം ഈ സൗത്ത് അമേരിക്കയിൽ നിന്നും കിട്ടും, അമേരിക്കയിൽ നിന്നും കിട്ടും. പിന്നെ നാട്ടിലെ പരിപ്പേ കഴിക്കൂ, അതിന്റെ വില കൂടിയതിന് ബഹളം ഉണ്ടാക്കുന്നവന് ഞാൻ പറയുന്നടാ, ഇത്ര കഷ്ടപ്പെട്ട് അങ്ങനെ കഴിക്കണം, അതിന്റെ പൈസ കൂടുതൽ കൊടുക്കുക. സോ ദാറ്റ് ഇസ് നോട്ട് ഒരു പൊതു ഒരു ജനത, അതായത് അമേരിക്കന്റെ ഒരു പ്രോബ്ലം അല്ലത്. എന്നെ സംബന്ധിച്ച് അതൊരു പ്രോബ്ലം അല്ല. പരിപ്പിന് വില കൂടിയാ ഞാൻ കഴിപ്പ് നിർത്തുകയാണ്. രാജാവ് പറയുവാണ്, നീ ഇന്നത് കഴിച്ചാൽ മതി, ഞാൻ ഇവിടുന്ന് ഉഗാണ്ടയിൽ നിന്ന് നിങ്ങൾക്ക് അരി കൊണ്ടുപോയി തരാം, അത് കഴിച്ചാൽ മതി, ഇന്ത്യ എന്ന് പറഞ്ഞ അരി നീ കഴിക്കണ്ട എന്ന് പറയണ ഒരു രാജ്യത്ത് അല്ല, ഇതിനകത്ത് പ്രശ്നം അല്ല, ഇത് ഇപ്പൊ അറ്റ് ദ എൻഡ് നമ്മളിപ്പോ ഒരു സാധാരണ വീട്ടിലുള്ള ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോ പരിപ്പിന്റെ എണ്ണയുടെയും വെളിച്ചെണ്ണയുടെയും അല്ലെങ്കിൽ അതൊക്കെയാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. അതിനേക്കാളും ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഇത് പിന്നെ സംസാരിക്കാനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, റഷ്യന്റെ എണ്ണയെ ഉപേക്ഷിച്ചിട്ട് വെനിസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ റഷ്യയിൽ എന്ത് വിലയാണോ കൊടുത്തിരുന്നത് ആ സെയിം വിലയ്ക്ക് തന്നെയാണ് വെനിസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയത്തില്ല, വന്നിട്ടില്ല. ഇനി ഒരു കാര്യം കൂടെ പറയുന്നത്, അവിടെ നിന്ന് എടുക്കുന്ന എണ്ണ അത് എന്താണ് ശുദ്ധീകരിക്കണമെങ്കിലോ സംസ്കരിക്കണമെങ്കിലോ അതിനുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യയില് റിലയൻസിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു പിന്നെ അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്ന റിലയൻസിനാണോ അതോ നമ്മുടെ നാട്ടുകാർക്കാണോ? ഇതൊരു ചോദ്യമാണ്, എന്റെ മനസ്സിൽ വരുന്ന ചോദ്യമാണ്. പിന്നെ ഒരു ഇതെന്ന് പറയുന്നത്, നമ്മൾ റഷ്യയുമായിട്ട് ഇത്രയധികം സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്ന ഇന്ത്യ, നമ്മൾ റഷ്യയുമായിട്ടുള്ള ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു ലോകത്തിന്റെ ഒരു ക്രമത്തിൽ നിന്ന് പെട്ടെന്ന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയിട്ട് അമേരിക്കയുമായി ചേർന്ന് വെനിസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ ഒരു ലോങ് ടേമില് അതെങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലോകക്രമത്തിൽ എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവും, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ റഷ്യയായിട്ട് എന്തിനാണ് നമ്മൾ ഈ സ്നേഹബന്ധം പുലർത്തിയത് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ പണ്ട് തൊട്ട് എന്തോ ഇതൊക്കെ ഒരു മണ്ടത്തരമാണ്. അതായത് റഷ്യയായിട്ട് പണ്ട് എന്തോ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അവരുമായിട്ട് ഇപ്പോഴും അടുത്തിരിക്കുന്ന വേറെ ആൾക്കാർ ചോദിക്കത്തില്ലേ, ഈ എന്തിനാ ഈ മണ്ടത്തരം, അമേരിക്കയുമായിട്ട് എന്തിനാ സ്നേഹബന്ധം പുലർത്തിയെന്നുള്ള അമേരിക്കയുടെ ഇത് ആരുമായിട്ട് സുഹൃത്തോ ബന്ധമോ ഒന്നും പുലർത്തണ്ട. നമുക്ക് ഏതാണോ ബെറ്റർ ആ സാധനം മേടിക്കുക. ഇതൊരു ട്രേഡാണ്. ട്രേഡ് എന്ന് പറയുന്ന ഒരു എന്നാ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം കൊടുക്കുന്നു. അപ്പം ഏതാണ് നമുക്ക് ബെനിഫിഷ്യൽ? റഷ്യന്ന് ഇപ്പം ഇതിനകത്ത് തന്നെ നമ്മൾ റഷ്യയിൽ നിന്ന് ഈ ഓയിൽ നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടുവാണ്. അതായത് $6 ഡിസ്കൗണ്ടിലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. $6 100 മില്യൺ ബാരൽ എന്ന് വെച്ചാൽ 600 മില്യൺ എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ നമുക്ക് ഏതാണ്ട് $8 ബില്യൺ ലാഭമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് ആസ് എ കൺട്രി. അവിടെ നിന്ന് എടുക്കുന്നുണ്ട് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിന് ഉണ്ടാകുന്ന ലാഭം അതാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, $8 ബില്യൺ ലാഭം അവിടെ വേണോ, അതോ എന്റെ ആ 80 or 50-60 ബില്യന്റെ സർപ്ലസ് വേണോ? ഏതാണ് വലുത്? നമ്മൾ എന്തൊരു ഡിസിഷൻ, നമ്മളിപ്പം വീട്ടിലാണെങ്കിലും ഒരു സാധനം ചെയ്യുമ്പോൾ നമുക്കൊരു എക്കണോമിക്കൽ ഡിസിഷൻ ആണ് ഇതെല്ലാം. എങ്ങോട്ടാണ് പൈസ മുടക്കേണ്ടത്? ഷുഡ് വി ഡു എ ഓർ ബി? ഇവിടെ ഇന്ത്യക്ക് ചിന്തിക്കാൻ വേറെ ഒന്നുമില്ലായിരുന്നു. നമുക്കിപ്പോ റഷ്യയിൽ നിന്ന് ഇതെടുത്തു കഴിഞ്ഞാൽ അമേരിക്കക്കാര് സാങ്ഷൻ കൊണ്ടുവരും. ഓക്കെ, സാങ്ഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോർട്ടിന് ടാരിഫോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ നഷ്ടം? നമുക്കൊരു 50 ബില്യന്റെ ട്രേഡ് സർപ്ലസിനിട്ടാണ് അടിക്കാൻ പോകുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ നമുക്ക് മേടിക്കുന്നതിന്റെ ലാഭം ഞാൻ പറഞ്ഞല്ലോ, ഒരു ബാരൽ ഏതാണ്ട് $6 ലാഭമാണ്. അതാണ് 10% ഡിസ്കൗണ്ട് ഏതാണ്ട് അവർ കൊടുത്തിരുന്നത്. പിന്നെ അത് എവിടെ നിന്നൊക്കെയോ കൊണ്ടുവരണം. ഇന്ത്യൻ മണിയിലെ ട്രാൻസാക്ഷൻ നടത്താനുള്ള ഒരു ഇന്ത്യ അത് ഒറ്റത്തവണ കഴിഞ്ഞപ്പോ, ഒരു മാസം കഴിഞ്ഞപ്പോ റഷ്യ പറഞ്ഞു ഇനി നിന്റെ റുപ്പി വേണ്ടെന്ന് പറഞ്ഞു. റഷ്യക്കാരൻ തന്നെ പറഞ്ഞു. അവര് ആദ്യമേ അതൊക്കെയായിരുന്നു, ഭക്തരെല്ലാം കൂടെ നെറ്റിൽ കൂടെ മുഴുവൻ ഇതായിരുന്നു. അതായത് ഇനിയും തൊട്ട് ഇന്ത്യയും റഷ്യയും കൂടെ എല്ലാം റുപ്പിയിൽ ചെയ്യും. റഷ്യ ഒരു മാസം വിറ്റ് കഴിഞ്ഞപ്പോ അവന്റെ കയ്യിൽ $8 ബില്യൺ വന്നു. ഈ $8 ബില്യൺ $8 ബില്യൺ ഇക്വലന്റ് റുപ്പി വന്നിട്ട് ഈ റഷ്യക്ക് തന്നെ ഈ $8 ബില്യൺ ഇരുന്ന് തിന്നാൻ പറ്റത്തില്ല. അവർക്ക് വേണ്ടിയ സാധനങ്ങളുണ്ട്. ഇപ്പം നമുക്കൊരു $1 കിട്ടിയെന്നിരിക്കട്ടെ, നമുക്ക് വേണ്ടിയ സാധനം ആ $1 വെച്ച് മേടിക്കുക. ഇന്ത്യയിൽ നിന്ന് ഇത്രയും റുപ്പി വന്നപ്പം അവർ കുറച്ച് സാധനം മേടിക്കണം.
പക്ഷെ അവർക്ക് മേടിക്കേണ്ട സാധനം ചൈനയിൽ നിന്നും US നിന്നും ജർമ്മനിയിൽ നിന്നുള്ള സാധനമാണെങ്കിൽ അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞു ഞങ്ങളുടെ സാധനം മേടിക്കണ ഈ റുപ്പി പറ്റത്തില്ലെന്ന്. അപ്പൊ ഇവന്റെ ഈ റുപ്പി ഇങ്ങനെ കെട്ടിക്കിടക്കും. അത് ഈ പൈസ എന്ന് പറയുന്ന ഈ നോട്ട് എന്ന് പറയുന്ന ടോയ്ലറ്റ് പേപ്പറിന് തുല്യന്നേ ഉള്ളൂ. ആക്ച്വലി ടോയ്ലറ്റ് പേപ്പർ പോലും ബെറ്റർ പേപ്പറാണ്. ഈ നോട്ട് വെച്ച് അതിന് പോലും കൊള്ളത്തില്ല. ഇപ്പോൾ ആസ് വൈപ്പ് ചെയ്യാൻ പോലും കൊള്ളാത്തൊരു പേപ്പറാണ്. അപ്പം അത്രയും റുപ്പി അവിടെ ഇരിക്കുന്നതുകൊണ്ട് ആർക്കാണ് ഗുണം? സോ അതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ റുപ്പിയിലൊന്നും ഒരു ട്രേഡ് നടക്കുന്നത്. ഒറ്റ മാസം കഴിഞ്ഞപ്പോൾ തന്നെ റഷ്യൻ മിനിസ്റ്റർ പറഞ്ഞു ഇനിയും റുപ്പി പറ്റത്തില്ല, ഒന്നീ യുവാൻ കൊണ്ടുവരിക, ഡോളർ കൊണ്ടുവരിക, ഗോൾഡ് കൊണ്ടുവരിക. സോ നമുക്ക് അങ്ങനത്തെ ബെനിഫിറ്റ് ഒന്നും ഇല്ലെന്നുള്ളതാണ്. അപ്പൊ അതിലും ഇതിന് ഓൾറെഡി റഷ്യയുമായിട്ടുള്ള ഇപ്പം റിലയൻസ് കംപ്ലീറ്റ് ആയിട്ട് റഷ്യ എന്നുള്ള ഓയിൽ പർച്ചേസ് ഓൾറെഡി ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു. അപ്പം ബേസിക്കലി റഷ്യ ഇപ്പം ഇന്ത്യനെ ഒരു സൗഹൃദ രാഷ്ട്രമായിട്ട് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓൾറെഡി അമേരിക്കയുടെ ഒരു അസോസിയേറ്റ് ആയിട്ട് ഇന്ത്യ വളരെ സൗഹൃദ ബന്ധം സ്ഥാപിച്ചെടുത്ത് ഒരു ബന്ധം അമേരിക്കയുമായിട്ട് ഉണ്ടാക്കി എന്നൊരു ധാരണ വന്നു കഴിഞ്ഞപ്പോൾ തിരിച്ച് നമ്മൾ ഓടിച്ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഒരു കഷ്ടകാലത്ത് നമ്മളെ അടുത്ത് നിന്ന് ഓടിപ്പോകുന്ന ഒരു സുഹൃത്തിനെ നമ്മൾ പിന്നെ സ്വീകരിക്കുകയല്ലോ. ആ ഒരു ബന്ധം പ്രൈസ് വൈസ്. പക്ഷെ ആ ഒരു ബന്ധം അമേരിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് കച്ചവടം വളരെ കൃത്യമായിട്ട് കച്ചവടം മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് വേറെ സൗഹൃദ രാഷ്ട്രമൊന്നുമില്ല. അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ഉണ്ടാകണം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ത്യ ഒരിക്കലും അങ്ങനെ ഇപ്പം അമേരിക്കയുടെ ഒരു താവളം ഉണ്ടാക്കാനോ ഇന്ത്യക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ത്യക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഇന്ത്യ ഏതെങ്കിലുമൊക്കെ സമയത്ത് വളരെ സ്റ്റെബേണായിട്ട് ഈ നെഗോഷിയേഷനെ കൗണ്ടർ ചെയ്യത്തക്ക രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കണമായിരുന്നു. കാരണം ഇപ്പൊ കാരണം ഇത് ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്യുന്ന പരിപാടികൾക്ക് ഒരു ട്രാൻസ്പെറൻസി വേണ്ടേ? നമ്മൾ എന്താണ് കോൺട്രാക്ട് ചെയ്യുന്നത്, എന്തുവേണ്ടിയാണ് ചെയ്യുന്നത്, ജനങ്ങളെ ബോധ്യപ്പെടുത്തണമല്ലോ. അപ്പൊ അല്ലെങ്കിൽ അതിന് വേറെ രീതിയിലുള്ള ഒരു കാര്യം പറയുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ ട്രാൻസ്പെറൻസി പല കാര്യങ്ങൾക്കും ഇല്ല എന്നുള്ളത് തന്നെ അത് അമേരിക്ക അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എടുത്തു. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴത്തെ നിലവിൽ പുറത്തു വന്നേക്കണ കാര്യങ്ങൾ അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്ത്യക്ക് വളരെ ദോഷകരമാകുന്ന ഒരു കോൺട്രാക്റ്റിലേക്കാണ് ഇത് എത്തിയിരിക്കുന്നത്. അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ഗവൺമെന്റ് കുറേയധികം പണിപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പല ഈ പറയുന്ന പോലെ ലോബിയിങ് ഗ്രൂപ്പുകളെയും ഇവിടെ നമ്മുടെ ഒരു ടീം തന്നെ ഇവിടെ വന്നു കിടന്ന് വളരെ നല്ല രീതിയിലുണ്ടായിരുന്നു. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് കുറച്ചൊക്കെ തന്റെ അടുത്തോടു കൂടി പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് അഡ്വാൻറ്റേജ് അതിൻ്റെ അകത്ത് കിട്ടുമായിരുന്നു എന്നുള്ളതാണ് തോന്നുന്നത്. എവിടാണ് നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്നത്? ട്രംപുമായിട്ട് ഇപ്പം മോഡി അല്ലെ, ഇനി മോഡിക്ക് വരാൻ രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ, അല്ലെ പിണറായി വിജയൻ ആയിക്കോട്ടെ, എവിടാണ് നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്നത്? എടാ നിന്റെ ഇത് ഞാൻ ചെയ്യത്തില്ല, ഞാൻ റഷ്യയായിട്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ട്രംപ് പറയാ എന്നാ വേണ്ട നീ പൊക്കോ, ഞാൻ പരിപാടി നിർത്തുക. ലോകക്രമത്തില് അല്ല അങ്ങനെ പറയാൻ പറ്റുമായിരുന്നെങ്കിൽ പണ്ട് ഈ പറഞ്ഞ പോലെ ഈ ഒരു റഷ്യയുമായിട്ട് ഇന്ത്യക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകേണ്ട കാര്യമില്ലായിരുന്നു. റഷ്യ ഒരു സമയത്ത് ഒരു അമേരിക്കയുമായിട്ട് ഇപ്പൊ ചൈനയും കൂടെ വളർന്നു വന്നതുകൊണ്ട് ഇപ്പൊ എന്നാ പറയണേ, അമേരിക്കയ്ക്ക് ഒരു വളരെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് പറഞ്ഞാലും അവരുടെ ബാക്കിയുള്ള ജിയോ പൊളിറ്റിക്സ് അവരുടെ ഒരു സർക്കിൾ വെച്ചിട്ട് ഇപ്പൊ ബേസിക്കലി തന്നെ എല്ലാ രാജ്യങ്ങളും നമ്മുടെ സഹോദര ഇപ്പൊ നാറ്റോ തൊട്ട് കാനഡ വരെയും ഇതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട് ട്രംപ് കാണിക്കുന്ന ചില പരിപാടികൾക്ക് ഇപ്പൊ അമേരിക്കൻ വിസ്കികളൊന്നും കാനഡയിൽ ഒരിടത്തും കിട്ടാനില്ല എന്നാ പറയണേ. അത് കാനഡയിലെ ഒരു ഷെൽഫിൽ പോലും അമേരിക്കൻ വിസ്കികൾ ബാൻ ചെയ്തേക്കുന്നു. ഇതൊരു വൈകാരികമായിട്ട് ജനങ്ങൾ മേടിച്ചാൽ ഈ പ്രോഡക്റ്റ് അവിടെ വിറ്റുപോകുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് എത്ര വലിയ ഡോമിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാലും അത് സർവൈവ് ചെയ്യാൻ പറ്റിയല്ല. ട്രംപ് കാണിച്ചതിന്റെ ഇതിന്റെയൊക്കെ ഓരോ എഫക്ട് ഒരു രാജ്യം, കാരണം വ്യക്തികളായിക്കോട്ടെ രാജ്യങ്ങളായിക്കോട്ടെ അവരുടെ ഒരു പ്രൗഡിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടൊന്നും ഒരു പരിധി വരെ മുന്നോട്ട് പോകാൻ പറ്റിയല്ല. അമേരിക്കക്ക് തന്നെ സ്വന്തമായിട്ട് നിൽക്കാനുള്ള പല കപ്പാസിറ്റികളും ഉണ്ടായിരിക്കും. പക്ഷെ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന് ലോങ് ടൈമിൽ ഈ വാണിജ്യത്തിൽ കുറച്ച് ബെനിഫിറ്റ് ഉണ്ടാകുമായിരിക്കും. ആ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻസിൽ നമ്മൾ ഈ പറയല്ലേ ഡിപ്ലോമാറ്റിക് റിലേഷൻസിനൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും ഇനി ഉടനെ തന്നെ വരാൻ. നമ്മൾ ഇങ്ങനെയുള്ളമാരോട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് വേണ്ടെന്നാ ഞാൻ പറയുന്നത്. ഈ കാനഡയും ഒക്കെ എന്ന് വെച്ചാൽ പ്രശ്നം എന്താണെന്നറിയോ, ഇവിടെ എല്ലാം ഒരു പ്രോബ്ലം. നമ്മളൊരു ഗെയിം കളിക്കുക, പക്ഷെ ബാക്കി എല്ലാവരും നമ്മളോട് അൺഫെയർ ആയിട്ട് ഒരു കളിയാണ് കളിക്കുന്നത്. ഇപ്പൊ കാനഡ ആയിക്കോട്ടെ, എടാ അവരുടെ അവിടുത്തെ സാധനങ്ങൾ നമ്മൾ വിൽക്കുമ്പോഴത്തേക്കും അവൻ ടാക്സ് എടുക്കുന്നു. ഇന്ത്യയിലും അതെ, അവരുടെ സാധനം ഇവിടെ വരുന്നതിന് തീരെ ടാക്സ് ഇല്ലാതെ അവൻ വിൽക്കുവാണ്. സോ അങ്ങനത്തെ ഒരു ഗെയിം എന്തിനാ കളിക്കുന്നത്? അതിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു തലമുറ അല്ലെ അടുത്ത ജനറേഷൻ ഓഫ് ആൾക്കാരുടെ ജോലി ഇതെല്ലാം അഫക്ട് ചെയ്തിട്ട് വിച്ച് ഇസ് ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്യുന്ന, പ്രൊവൈഡഡ് അവനും ഫെയർ ആയിട്ടാണ് ചെയ്യുന്നെങ്കിൽ. നമ്മളൊരു കളി കളിക്കുമ്പോൾ, ഒരു ബാസ്കറ്റ്ബോൾ കളിക്കാൻ പോകുമ്പം നമ്മുടെ എതിരാളി അൺഫെയർ ആയിട്ട് കളിക്കുക, എന്നിട്ട് റെഫറി അവൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ നമ്മൾ ആ കളി കളിക്കേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്. അതിന്റെ ഒരു ആവശ്യമില്ല. അതുപോലെ തന്നെ ട്രേഡ് അതുപോലത്തെ ഒരു അവസ്ഥയിൽ കൂടെ
ഒരു ഡെക്കേഡ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നു 10-40 കൊല്ലമായിട്ട് അങ്ങനെ നടക്കുക. എന്നിട്ട് ഒരു അമേരിക്കൻ ഒരു വർക്കിംഗ് ക്ലാസ്സിനെ, അതായത് ആ റസ്റ്റ് ബെൽറ്റിലൊക്കെ, അതായത് മാനുഫാക്ചറിങ് മുഴുവൻ ഇവിടെ കുറെ കമ്പനീസ് ചേർന്നിട്ട് പുറത്തോട്ട് വിടുന്നു. ഓക്കെ, വിട്ടു. അങ്ങനെയാണ് ഇവിടുത്തെ മറ്റ് സാധനങ്ങളും കൂടെ അവിടെ വിടാൻ പറ്റുമോ? അതില്ല. അപ്പം നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് ജോലി ഇല്ലാതാക്കിയിട്ട് മറ്റുള്ള രാജ്യത്തെ ഇങ്ങനെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അയ്യോ നമ്മൾ തമ്മിൽ ഭയങ്കര സംസാരത്തിൽ വലിയ കാര്യമാണ്, കെട്ടിപ്പിടുത്തമാണ്, നമ്മൾ ഭയങ്കര ഡിപ്ലോമാറ്റിക്, അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. നമ്മളൊരു അൺഫെയർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അത് ആരായിക്കോട്ടെ, അത് ഇന്ത്യ ആയിക്കോട്ടെ കാനഡ ആയിക്കോട്ടെ, അൺഫെയർ ആണ് ആ ട്രേഡ് എങ്കിൽ നമ്മൾ അത് ചെയ്യരുത്, അവന് സമ്മതിച്ചു കൊടുക്കരുത്. മീൻസ് ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ഒരു കളി കളിക്കരുത്. അൺഫെയർ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപെടരുത്. കട്ട് ഇറ്റ് ഓഫ്. അതിനകത്ത് നമുക്ക് അത് പോട്ടെ എന്നുള്ളത് വെച്ചാൽ മതി. നമുക്ക് വേറെ മാർഗങ്ങളുണ്ട്. വി ആർ ആ അമേരിക്കൻ ഇന്നോവേഷൻ, ആ ഓൺട്രപ്രണർ അത് ഫിക്സ് ചെയ്തോളൂ എന്നുള്ളതാണ് എന്റെ പോയിന്റ്. ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ ഇതിന്റെ ഇടയിൽ. ഇപ്പൊ ഉക്രൈന്റെ യുദ്ധം, റഷ്യയുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുക എന്ന ട്രംപിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ റെസിപ്രോക്കൽ താരിഫുകളൊക്കെ കൊണ്ടുവന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന താരിഫിൽ നിന്ന് പിന്നെ ഒരു എക്സ്ട്രാ ഒരു പെനാൾട്ടി താരിഫ് എന്നുള്ള രീതിയിലൊക്കെ ഒരു റെസിപ്രോക്കൽ താരിഫ് പ്ലസ് ഒരു പെനാൾട്ടി താരിഫ് കൊണ്ടുവന്നത്. ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെ തടയണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ അങ്ങനെ ഒരു ആശയം ഉദിക്കത്തില്ലായിരുന്നല്ലോ. അതൊന്ന്. രണ്ടാമത്, ഈ വെനിസ്വേലയിൽ അടുത്തിടെ ഉണ്ടായ ഈ പൊളിറ്റിക്കൽ ചേഞ്ചസ്, അത് അമേരിക്കൻ ഇടപെടലുകൾക്ക് ശേഷം അവിടെ നിന്നുള്ള എണ്ണയ്ക്ക് അമേരിക്ക നൽകിയ പുതിയ ലൈസൻസിങ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ജനറൽ ലൈസൻസ് 46 കാരണമാണ് ഇന്ത്യ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം വെനിസ്വേലയിൽ നിന്ന് വാങ്ങണമെന്നുള്ള തീരുമാനം എടുക്കുന്നതിന്റെ പ്രധാന കാരണവും അത് തന്നെയാണ്. അപ്പൊ ഈ ഉക്രൈന്റെ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് മെയിൻ ഫോക്കസ്. അതിനു വേണ്ടിയിട്ടാണ് റഷ്യയിലുള്ള എണ്ണ വാങ്ങരുത് എന്നുള്ള എല്ലാ രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചിരുന്നത്. അമേരിക്കയ്ക്ക് അങ്ങനെ യാതൊരു ഉദ്ദേശവും ഇല്ല റഷ്യ യുക്രൈൻ യുദ്ധം ഉടനെ അവസാനിപ്പിക്കണമെന്ന്. അല്ല, ആ പേര് പറഞ്ഞിട്ടാണല്ലോ ട്രംപിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോബൽ പ്രൈസ് കിട്ടാൻ വല്ല സാധ്യത ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. കാരണം ഇവര് തമ്മിൽ യുദ്ധം ചെയ്തിട്ട് റഷ്യയുടെ കപ്പാസിറ്റി എത്രമാത്രം പോകും. കാരണം ഉക്രൈൻ എത്രമാത്രം ക്ഷീണം വരുന്നു എന്നുള്ളതൊന്നും അമേരിക്കയെ സംബന്ധിച്ച് കൺസേൺ അല്ല. പിന്നെ ഇപ്പൊ അമേരിക്ക കൺട്രോൾ ചെയ്യുന്ന ഓയിലിന്റെ കച്ചവടമാണ് വെനിസ്വേലയിൽ ഇനി നടക്കാൻ പോകുന്നത്. അമേരിക്കൻ കമ്പനികളാണ് പ്രൈസ് തീരുമാനിക്കുന്നത്. പ്രൈസിങ് അമേരിക്ക തീരുമാനിക്കുന്നു. അതിന്റെ ബെനിഫിറ്റും അമേരിക്കൻ കമ്പനികൾക്ക് കിട്ടുന്നു. അതുകൊണ്ട് ആ കച്ചവടത്തിനകത്ത് പോയി മേടിക്കുക എന്നുള്ളതല്ലാതെ ഇപ്പൊ ഇന്ത്യക്ക് വേറെ വഴിയില്ല. ഇപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മിഡിൽ ഈസ്റ്റിൽ മേടിച്ചാൽ അല്ല, അതിനല്ലല്ലോ അമേരിക്ക അങ്ങനെയല്ലല്ലോ. അമേരിക്ക സമ്മതിക്കുന്നില്ലല്ലോ. അതിപ്പോ ഈ നെഗോഷിയേഷന്റെ ഭാഗമായിട്ട് ഇതിപ്പോ ഒരു നെഗോഷിയേഷൻ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഈ പ്രപ്പോസൽ എഗ്രി ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ടല്ലേ ഇതുവരെയും ഈ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് നടക്കാതെ പോയത്. ട്രേഡിന്റെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് നടക്കാതെ പോയത്. അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞാൽ എണ്ണയുടെ പ്രൈസ് അമേരിക്ക ഉദ്ദേശിക്കുന്ന അമേരിക്കൻ കമ്പനിക്ക് എത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് സ്വർണത്തിന്റെ പ്രൈസോ എണ്ണയുടെ പ്രൈസോ ഒന്നും, അതൊരു വലിയൊരു ഗ്ലോബൽ മാർക്കറ്റ് ആണ്. പല പ്ലെയേഴ്സ് ഉണ്ട്. അപ്പം സൗദി ഉണ്ട്, ഇറാൻ ഉണ്ട്, റഷ്യ ഉണ്ട്, പലവന്മാർ ഇത് ഇറക്കാം. അപ്പൊ നോർവേ, ഇവരെല്ലാം ഇറക്കുന്നുണ്ട് എണ്ണ. അപ്പൊ അമേരിക്ക പറയാ നാളെ തൊട്ട് $100 ആണെന്ന് പറഞ്ഞാൽ അന്ന് 100 എത്തത്തില്ല, അല്ലെ നാളെ 50 വേണമെന്ന് പറഞ്ഞാലും എത്തത്തില്ല. കാരണം ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് പ്രൈസ് പോകത്തുള്ളൂ എന്നുള്ളതാണ്. ആൾക്കാർ കൂടുതൽ മേടിക്കാൻ തുടങ്ങി. ഒപ്പക്കിനൊക്കെ ചിലപ്പോൾ ചില അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കാം. പക്ഷെ വെനിസ്വേലയിൽ നിന്ന് പോകുന്ന ഓയിലിന്റെ വില എന്നാണെങ്കിലും റഷ്യയിൽ നിന്ന് കിട്ടുന്ന ഓയിലിന്റെ വില ആയിരിക്കില്ല. ആ ഓയിൽ എന്തുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ ഈ താരിഫ് പറഞ്ഞപ്പം ഈ ട്രംപ് പറഞ്ഞിരുന്നത്? കാരണം റഷ്യക്ക് എടുത്തുന്ന ഓയിൽ മേടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ താരിഫ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പൊ അത് നിങ്ങൾ കട്ട് ചെയ്ത് അത് നിങ്ങളുടെ ഫസ്റ്റ് പോയിന്റിൽ തന്നെ ആ ക്ലോസ് റിമൂവ് ചെയ്താൽ മാത്രമേ ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നുള്ളതാണല്ലോ. വളരെ അഡമന്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് അല്ലേ. ആ സ്റ്റാൻഡിൽ വരുമ്പോൾ അത് എഗ്രി ചെയ്യാതെ ഈ കോൺട്രാക്റ്റിലേക്ക് എത്തിയല്ലോ. എനിവേ, നമുക്ക് ഇന്ത്യ പറയുന്നത് ചെയ്തിട്ടില്ലെന്നാണ് ഇന്ത്യ പറയുന്നത്. ഇന്ത്യയുടെ അവിടെ നിന്ന് അവരൊന്നും പറഞ്ഞിട്ടില്ല. മോഡി അതിനെ കുറിച്ച് റഷ്യൻ ഓയിൽ മേടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് അവിടെ നിന്നുള്ള ന്യൂസ്. ഇത് കൂടാതെ വേറെ പല ഇഷ്യൂസും അതിന്റെ കൂടെയുണ്ട്. ഇതുമായിട്ട് ഈ പറഞ്ഞ പോലെ പബ്ലിക്കിന്റെ അടുത്തേക്ക് എത്താൻ പാടില്ലാത്ത പല ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ സ്വാഭാവികമായിട്ടും എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള ഡീലിന്റെ അകത്ത് ഉണ്ടാവും. കാണേണ്ടതെന്ന് വെച്ചാൽ അഗ്രികൾച്ചറിനകത്ത് അമേരിക്കൻ പ്രോഡക്റ്റ് അവിടെ സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇനിയത്തെ ഒരു ബിഗ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ആക്ച്വലി പറയുവാണെങ്കിൽ തന്നെ
ഇവഞ്ച്വലി സീറോ താരിഫിലേക്ക് വരുമെന്നാണ് അഡ്വേഴ്സ് എഫക്ട് ഉണ്ടാക്കുന്നെന്ന് ജിൻസ്മാൻ പറയുന്നത്. 500 ബില്യൺ എത്തിയാലുള്ള മോശം എന്താണ്? അല്ല, 500 ബില്യൺ ഇന്ത്യക്ക് മൊത്തം രാജ്യത്തുനിന്ന് മേടിക്കേണ്ട, പല ലോകത്തുനിന്ന് മുഴുവൻ മേടിക്കേണ്ട ഇന്ത്യയുടെ റിസർവ്, അതായത് ഫോറിൻ കറൻസി പർച്ചേസ് ചെയ്യേണ്ടതിന്റെ 80 to 90% ആണ് ഈ എമൗണ്ട് എന്ന് പറയുന്നത്. ഇന്ത്യ അത്രയും സാധനം പുറത്തുനിന്ന് മേടിക്കുന്നുള്ളൂ. 500 കൊല്ലത്തിനുള്ളിൽ എത്താനല്ലേ? 10 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ മേടിക്കാൻ പോകുന്ന സാധനങ്ങൾ 10 ഇരട്ടി ആവുമ്പോൾ ചിലപ്പോൾ അന്ന് 500 ബില്യൺ ആയിരിക്കത്തില്ല മേടിക്കുന്നത്, 5 ട്രില്യൺ ആയിരിക്കും മേടിക്കുന്നത്. അങ്ങനെ ആയിക്കൂടെ? അല്ലല്ല, അതൊക്കെ പ്രൊജക്ഷൻ ഒക്കെ നമുക്ക് പറയാം. നമുക്ക് ഇതിനെ ന്യായീകരിക്കണമെങ്കിൽ ഏത് രീതി വേണേലും നമുക്ക് അതിനെ കുറിച്ച് പറയാം. ഇതിപ്പോ 1 വർഷമാണോ 10 വർഷമാണോ എന്നുള്ളത്, ഫുൾ ഇതിന്റെ കോൺട്രാക്ട് എത്രമാത്രം പുറത്തു വരും, അതോ ഇനി ക്ലാസിഫൈഡ് ഡോക്യുമെന്റ് ആണോ? ഏതായാലും 100 ബില്യൺ ഒരു കൊല്ലം കൊണ്ട് 10 കൊല്ലം കൊണ്ട് 200-300 ബില്യൺ ആകാൻ തന്നെ വലിയ പാടുള്ള കാര്യമാണ്. അപ്പോഴാണ് 500 ബില്യൺ. അത് ഏതായാലും 10 കൊല്ലം. അത് റിയലിസ്റ്റിക് അല്ലാത്ത ഒരു നമ്പറാണ്. ഒന്നാമത്തെ കാര്യം, റിയലിസ്റ്റിക് അല്ലാത്ത ഒരു ഇന്ത്യയുമായിട്ടുള്ള ട്രേഡിൽ അത് റിയലിസ്റ്റിക് അല്ലാത്ത ഒരു നമ്പറാണ്. എനിവേ, ഇത് താരിഫ് ഇങ്ങനെ ചേഞ്ച് ആയതിനെ കുറിച്ചൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ഇതിനെ കുറിച്ചുള്ള സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇതുവരെയ്ക്കും നമുക്ക് പബ്ലിക് ഡൊമൈനിൽ ഇതുവരെയ്ക്കും നമുക്ക് ആക്സസിബിൾ അല്ല. ടാരിഫ് എപ്പോഴും നമ്മളൊരു ഉപഭോക്താവിനാണ് അതിന്റെ പ്രശ്നം വരുന്നത്. പക്ഷെ ടാരിഫ് വെച്ചില്ലെങ്കിൽ ഇതിനകത്തൊരു അൺഫെയർനെസ് നടക്കുന്നതുകൊണ്ടാണ് ഈ ടാരിഫ് വെച്ചത്. അതായത് ഇവിടുത്തെ ആൾക്കാരെ മാത്രം ഹേർട്ട് ചെയ്തൊരു ട്രേഡ് നടക്കുന്ന കാരണമാണ് ടാരിഫ് വെച്ചത്. ടാരിഫ് ഒരിക്കലും ഒരു നമ്മുടെ ഇവിടെ ഡ്യൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് കസ്റ്റമറാണ് പേ ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. ഇപ്പം ഇന്ത്യയുടെ ടാരിഫ് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ജിൻസ്മാ പറഞ്ഞ പോലെ ഇന്ത്യൻ കടയിൽ നിന്ന് മേടിക്കുന്നവനാണ് ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ചിലപ്പം അത് അത്യാവശ്യമായിട്ട് വന്നെന്നിരിക്കാം. കാരണം മറ്റ് സാധനങ്ങൾ അവിടെ വിൽക്കാൻ ഇന്ത്യ സമ്മതിക്കാത്തോണ്ടായിരിക്കാം ഈ ടാരിഫ് വെക്കേണ്ടി വരുന്നത്. സോ ഇൻ ദാറ്റ് സെൻസ് നമുക്ക് വൺ വേ ട്രേഡ് നടക്കാൻ പറ്റത്തില്ല. വൺ വേ ഒരു വശത്ത് മാത്രം, ഒരുത്തിന് മാത്രം അഡ്വാൻറ്റേജ് ഉള്ള പരിപാടി നമ്മൾ ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യമേ ഉള്ളൂ ഇതിനകത്ത്. എന്തായാലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ പുതിയ വ്യാപാര കരാർ കേവലം ഒരു നികുതി കുറയ്ക്കലല്ല, മറിച്ച് വരാനിരിക്കുന്ന കാലങ്ങളിൽ ലോകം ആരെ പിന്തുടരണം എന്നതിന്റെ ഒരു കൃത്യമായ സൂചന നൽകുന്ന ഒന്ന് തന്നെയാണെന്നാണ് ഈ ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. 50% നിന്ന് 18% താരിഫ് താഴ്ത്തുമ്പോൾ അത് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വലിയൊരു വാതിലാണ് തുറന്നിടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ റഷ്യൻ എണ്ണയെ വിട്ട് വെനസ്വേലയിലേക്കും അമേരിക്കയിലേക്കും ഇന്ധനത്തിനായി ഇന്ത്യ തിരിയുമ്പോൾ അത് പരമ്പരാഗത നയതന്ത്ര ബന്ധങ്ങളിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടി വരും. $500 ബില്യൺ ഈ ബൃഹത്തായ പദ്ധതികൾ ഇന്ത്യൻ സാധാരണക്കാരന്റെ ജീവിതത്തെയും കർഷകന്റെ വരുമാനത്തെയും എങ്ങനെ ബാധിക്കുമെന്ന് ഗൗരവമായ നിരീക്ഷണങ്ങൾക്ക് ആവശ്യമായ കാര്യമാണ്. ഒരു വ്യക്തമായ ധാരണ ഈ സംവാദത്തിലൂടെ നൽകാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിൽ പങ്കെടുത്ത നിതിൻ ഈപ്പനും ജിൻസ്മോൻ സക്രിയയ്ക്കും നന്ദി. പുതിയൊരു വിഷയവുമായി വീണ്ടും വാക്കി ടുക്കിയിലൂടെ നിങ്ങളെ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം. നിങ്ങളൊരു പ്രവാസിയാണോ? നാട്ടിലെ കാര്യങ്ങളോടത്ത് പ്രയാസപ്പെടുന്നുണ്ടോ? വിഷമിക്കണ്ട. ഒരു പ്രവാസിയുടെ നാട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സാംസി ചെയ്തു തരും. കാർ റെന്റൽ, ഡ്രൈവർ അസിസ്റ്റൻസ്, എയർപോർട്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, എയർ ടിക്കറ്റിംഗ്, വിസ അസിസ്റ്റൻസ്, നോട്ടറി അറ്റസ്റ്റേഷൻ, ആധാർ കാർഡ് ആൻഡ് പാൻ കാർഡ് ആപ്ലിക്കേഷൻ, ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ, പ്രോപ്പർട്ടി ടാക്സ് പേയ്മെന്റ്, ബേസിക് ലാൻഡ് ടാക്സ് പേയ്മെന്റ്, പ്രോപ്പർട്ടി ഫെൻസിംഗ്, പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ് ക്ലിയറിംഗ്, ബർത്ത് ആൻഡ് ഡെത്ത് സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ, മണി ട്രാൻസ്ഫറിംഗ്, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം. നിങ്ങളുടെ ആവശ്യം അതെന്തുമാകട്ടെ, ഞങ്ങളുടെ 24x7 കസ്റ്റമർ കെയറിൽ വിളിക്കുക. samsi360.com, പ്രവാസികളുടെ സുഹൃത്ത്. ഇനി ടെൻഷനോട് ഗുഡ് ബൈ.